Then I thought to myself, there is a difference between force and power. അവിടെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശക്തിയും അധികാരവും തമ്മിലുള്ള അന്തരം. The British Empire had force. ബ്രിട്ടീഷ് സാമ്രാജ്യത്വം എന്ന് പറയുന്നത് അവരുടെ ശക്തി. But they had no power. പക്ഷെ അവർക്ക് അധികാരമുണ്ടായിരുന്നു, പക്ഷെ ധാർമ്മികമായിട്ടുള്ള ശക്തി ഉണ്ടായിരുന്നില്ല. Gandhiji had no force, but he had the truth and so he had power. ഗാന്ധിജിക്ക് അധികാരശക്തിയോ മേധാശക്തിയോ ഉണ്ടായിരുന്നില്ല, പക്ഷേ അദ്ദേഹത്തിന് ധാർമ്മികമായ ശക്തി ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ. And the same way Narayana Guru ji had no strength. അതുപോലെ നാരായണ ഗുരുവിന്റെ കയ്യിൽ മേധാശക്തിയോ ആധിപത്യ ശക്തിയോ ഉണ്ടായിരുന്നില്ല. He did not have huge amounts of wealth. അദ്ദേഹത്തിന് ധാരാളം സമ്പത്ത് ഉണ്ടായിരുന്നില്ല. He did not drive in a fancy car. അദ്ദേഹം ഒരു വലിയ വിനോദം പോലുള്ള ആഘോഷിക്കപ്പെടുന്ന പോലുള്ള വാഹനങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നില്ല. But he was easily the most powerful man in Kerala. പക്ഷേ ആ കാലഘട്ടത്തിലെ ഏറ്റവും സുശക്തനായ മനുഷ്യൻ മഹാത്മാഗാന്ധി ആയിരുന്നു എന്ന് നാം മനസ്സിലാക്കും. And imagine his power that today, 100 years later, the entire political class of Kerala has come to commemorate him. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു നൂറ്റാണ്ട് പിന്നിട്ട ശേഷം ഇതാ ഈ വേദിയിൽ കേരളത്തിന്റെ രാഷ്ട്രീയ മേഖലയിലെ രാഷ്ട്രീയ വൃത്തത്തിലെ നേതാക്കൾ അഖിലം സമ്മേളിച്ചുകൊണ്ടാണ് ആ ഗാന്ധിജിയുടെയും നാരായണ ഗുരുവിന്റെയും കൂടിക്കാഴ്ചയെ ഓർക്കാൻ വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. And there is a clear message to those that use violence, those that use hatred from Narayana Guruji and Mahatma Gandhiji. ഹിംസയും രോഷവും വെച്ചു പുലർത്തുന്നവർ, അതുകൊണ്ട് നടക്കുന്നവർ തീർച്ചയായും ഗുരുവിൽ നിന്നും ഗാന്ധിജിയിൽ നിന്നും വലിയ പാഠങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു. And that message is that there is nothing to be gained from it. There is only something to be lost from it. ആ പഠിക്കേണ്ട പാഠം ഇതാണ്: ഹിംസയിൽ നിന്നും വിദ്വേഷത്തിൽ നിന്നും ഒന്നും നേടാനില്ല, നഷ്ടപ്പെടുത്താനാണെങ്കിൽ ധാരാളമുണ്ട് താനും. The political fight in India is also very similar. ഇന്ത്യയിലെ രാഷ്ട്രീയ സമരവും ഇതുപോലെ തന്നെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. On one side there is truth, non-violence, humility. ഒരു ഭാഗത്ത് സത്യമുണ്ട്, സൗമ്യതയുണ്ട്, അഹിംസയുണ്ട്. And on the other side there is anger, violence, hatred and arrogance. മറുഭാഗത്ത് രോഷമുണ്ട്, ഹിംസയുണ്ട്, വൈരമുണ്ട്, വിദ്വേഷമുണ്ട്. Those with violence, those with anger might have force, but they have no power. രോഷമുള്ളവർക്ക് വിദ്വേഷ